ശ്രീനിവാസൻ തന്നെ വേറൊരു ദിവസമാണ്. സാധാരണ പുള്ളി എപ്പോഴും ഫീൽ ഗുഡ് മൂവീസാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഫീൽ ഗുഡിൻ്റെ കൂടെ ത്രില്ലവും എല്ലാം ഉണ്ട്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. ക്ലൈമാക്സ് ഗംഭീരമായിരുന്നു. ഇനി ഇതേപോലുള്ള പടങ്ങൾ കൂടുതലായിട്ട് ധ്യാൻ ശ്രീനിവാസൻ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി ഇത് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം ദിവസങ്ങൾക്കുള്ളിൽ ഇതൊരു വമ്പൻ ഹിറ്റായി മാറാൻ പോവുകയാണ്. ഇത് മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ. ധ്യാൻ ശ്രീനിവാസന്റെ സിനിമ കണ്ടു. ഒരു രാജകീയ കോമഡി സിനിമയാണ്. കോമഡി ഉണ്ട്, മാസം ഉണ്ട്, ആക്ഷൻ ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്. എല്ലാം കൊണ്ട് തന്നെ ധ്യാൻ ശ്രീനിവാസന്റെ അടുത്ത ഹിറ്റ് എന്ന് തന്നെ പറയാം. ധ്യാൻ ശ്രീനിവാസൻ ഏറ്റവും കൂടുതൽ സിനിമയുള്ള നടനാണ്. അപ്പോൾ ഈ സിനിമയും സൂപ്പർ സിന്ധിയും ഓടട്ടെ എന്ന് വർത്തിക്കുന്നു. റെസ്പോൺസ് വാസ് വെരി ഗുഡ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു? നന്നായിട്ട് വർക്ക് ലൈക്ക് നാച്ചുറൽ കോമഡി. ഇതിനകത്ത് ആക്ഷനും കോമഡി ഭയങ്കര നാച്ചുറൽ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. മീൻസ് കുറേ കോമഡി സീക്വൻസ്, ആക്ഷൻ സീക്വൻസ് ഞാനില്ലായിരുന്നു. പക്ഷേ ലൈക്ക് ഒന്നും ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു ഹീറോയിക് ഭയങ്കര ഇതല്ല. സാധാരണ ധ്യാന് സൂട്ടാവുന്ന ആക്ഷൻ, ബാക്കി ആക്ടേഴ്സിന് സൂട്ടാവുന്ന ആക്ഷൻ, നല്ല നാച്ചുറൽ കോമഡിയും. വെറും നാച്ചുറൽ കോമഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കോമഡി ഇല്ല. ഭയങ്കര നാച്ചുറലായിട്ട് ആ സിറ്റുവേഷൻ അനുസരിച്ച് ലൈക്ക് ഇറ്റ് വാസ് ആക്ച്വലി ഫൺ. അയ്യോ ഭയങ്കര സന്തോഷം. അല്ല തകർക്കണ്ടേ. ഇപ്പൊ ഞങ്ങളുടെ 3ാമത്തെ സിനിമയാണ് ഒരുമിച്ചുള്ള. വളരെ സന്തോഷം. എന്താ പറയണ്ട, ഒരു കോമഡി ആക്ഷൻ സസ്പെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലപോലെ വർക്കായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്കും വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് ഫൈറ്റും ആക്ഷനും ഒക്കെ ചെയ്യാൻ പറ്റി. അപ്പം അത് ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാവരും പോയി കാണും. എന്തായാലും ധ്യാൻ്റെയും മുകേഷ് ചേട്ടൻ്റെയും ടൈമിങ് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു എന്താ പറയണ്ട, ഒരു എന്റർടൈനിങ് ഫിലിം. ഇന്നത്തെ കാലത്ത് നമുക്ക് അതാണല്ലോ ആവശ്യം, ഒരു ടൈം പാസ് എന്റർടൈനർ എന്നൊക്കെ പറയുന്നത്. സൂപ്പർ പടം. എല്ലാവരും സിന്ദഗി സൂപ്പർ ആവട്ടെ അല്ലേ. പ്രേക്ഷകരോട് കണ്ട എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത് ചെയ്തതിൽ ഒരു ഭാഗ്യമായിട്ടാണ് തോന്നിയത്. ഫസ്റ്റ് മലയാളം ഡെബ്യൂ ആണല്ലേ. പിന്നെ ഇത് ബാക്കി പ്രേക്ഷകരെ കണ്ടിട്ട് വേണം പറയാം. നിങ്ങളെല്ലാവരും കണ്ടോ? നിങ്ങൾ കണ്ടോ? ഫസ്റ്റായോ? ഇനി ബാക്കി നിങ്ങൾ വേണം സപ്പോർട്ട് ചെയ്യാനും. പിന്നെ പ്രേക്ഷകരെ കണ്ടിട്ട് പറയട്ടെ. ബ്രോ ഞാൻ കിட்ட கேட்காதீங்க. படம் நல்லா தான் இருக்கு. എല്ലാത്തരം പ്രേക്ഷകർക്കും വർക്കൗട്ട് ആവുന്ന ഒരു ടൈപ്പ് ഓഫ് എല്ലാത്തരം പ്രേക്ഷകർക്കും വർക്കൗട്ട് ആവുന്ന ഒരു അതെ അതെ. മുകേഷ് ചേട്ടന് ഭയങ്കര രസമുള്ള കുറെ ജോലിയാൻ ചേട്ടൻ ധ്യാൻ അടിപൊളി. ഓൾ കേരള ഋതുമന്ത്ര ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ. നല്ലോണം മുകേഷ് ധ്യാൻ ചേട്ടനും സുരേഷ് ചേട്ടനും കൂടെ കോമ്പിനേഷൻ ഭയങ്കര. ഫസ്റ്റ് ഹാഫിനേക്കാളും നന്നായത് സെക്കൻഡ് ഹാഫാണ്. സെക്കൻഡ് ഹാഫിൽ സുരേഷ് കൃഷ്ണ വന്നതിന് ശേഷമാണ് പടം ഒരു ലൈവായത്. സുരേഷ് കൃഷ്ണയുടെ ഒരു ഡോൺ കഥാപാത്രം ഉണ്ടായിരുന്നു. വളരെ എൻ്റർടൈനിങ് ആയിരുന്നു. പുള്ളിയുടെ ഒരു ഗെറ്റപ്പ് ഇതൊക്കെ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ടൈപ്പ് ഒരു റോളല്ല. പുള്ളി ഒരു കോമഡി ആയിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ആ ടൈമിങ് നന്നായിട്ട് വന്നു. അതുകൊണ്ട് മുകേഷ് എന്ന് പറയുന്നത് വളരെ കാലത്തിന് ശേഷം പുള്ളി ഫാമിലി ഫാദർ റോളുകളൊക്കെ ചെയ്തിട്ട് പിന്നെയും ഒരു കോമഡിയിലേക്ക് വന്നപ്പോൾ പിന്നെ ഒരു ഗംഭീര കോമഡി എന്ന് പറയാനില്ല, പക്ഷേ ഒരു സിറ്റുവേഷണൽ കോമഡിയാണ്. ഇങ്ങനത്തെ ആക്ച്വലി ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡീലിംഗ് നടത്തുകയും അതിൽ പെട്ടുപോവുകയും ചെയ്യുന്നത് എനിക്കൊന്ന് ഈ ഡയറക്ടറുടെ നടന്ന കഥയാണെന്ന് പറയപ്പെടുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു കോമഡി, സിറ്റുവേഷണൽ കോമഡിയാണ് പടത്തിൽ മൊത്തം. അത് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അങ്ങനെ ലാഗൊന്നും ഫീൽ ചെയ്തില്ല. ഒരു വൺ ടൈം വാച്ചബിൾ ഒരു കോമഡി ഫൺ എൻ്റർടൈനർ ആയിട്ടാണ് സൂപ്പർ സിന്ധിക്കുന്നത്. ഞാനിന്റെ കോമഡി വർക്കായോ? യെസ് ഓഫ് കോഴ്സ് നന്നായിട്ടുണ്ട്. ഞാൻ ഇഷ്ടമാണ്. പടങ്ങളാണ് രണ്ടും ഇഷ്ടമാണ്. മുകേഷ് ചേട്ടനെ പോലെ വളരെ സീനിയർ താരങ്ങൾ അവരൊക്കെ ചെയ്യുമ്പോഴെങ്ങനെയുണ്ടായിരുന്നു? വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ കാണിച്ചിരിക്കുന്ന ഒരു 70% ഉള്ളത് തന്നെയാണ്. ഇന്ന് അവർ രക്ഷപ്പെട്ടിട്ട് പോകുന്നത് അടുത്ത ഒരു പദ്ധതിയിലേക്കാണ് അവർ. അതെ. മലയാളികൾ എപ്പോഴും തോന്നപ്പെടാറുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡയലോഗ് റൈറ്റർ അഭിലാഷ് ചേട്ടൻ അങ്ങനെയാണ് മുകേഷ് ചേട്ടന് കോമഡി ഡയലോഗ് എഴുതുമ്പോൾ മുകേഷ് ചേട്ടൻ കയ്യിൽ നിന്ന് ഇടുന്ന സിറ്റുവേഷൻസ് ഉണ്ടോ? അല്ല
പൂർണ്ണമായും നിങ്ങളുടെ ഡയലോഗ്സ് തന്നെയാണ് പുള്ളി അവതരിപ്പിച്ചത്. ഞങ്ങളുടെ MLA ഹൗസിൽ പോയിട്ട് അവിടെ നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് കഥ പറഞ്ഞത്. അപ്പോൾ ഏകദേശം അതിൻ്റെ ഫ്ലേവർ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ മുകേഷ് ചേട്ടന് മനസ്സിലായി. അപ്പം കിട്ടി ബാക്കി അതിന് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു എന്നങ്ങനെ പറഞ്ഞാൽ പോയത്. ഏകദേശം മുകേഷ് ചേട്ടൻ തന്നെയാണ് ആ ക്യാരക്ടറിന് ആപ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിൻ്റെ മൊത്തം ഡയലോഗും വന്നിരിക്കുന്നത്. കഥാപാത്രമാണ് ഇത്. പിന്നെ മിഥുൻ എൻ്റെ സുഹൃത്താണ്. ഈ ഡോൺ കഥാപാത്രം ശരിക്കുണ്ടോ? ഡോൺ കഥാപാത്രം ഡോണായിട്ട് ഞങ്ങളതൊരു സാങ്കല്പികമായിട്ട് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അതുപോലത്തെ ഒരു കഥാപാത്രത്തിനെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു പേടിക്കാൻ വരുന്ന അത് അങ്ങനെ ഒരു രീതി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിത് 3 പേരും സിനിമയാക്കണമെന്ന രീതിയിൽ കുറച്ച് കാലമൊക്കെ വെറുതെ കണ്ടില്ല. അത്ര നല്ലൊരു പാട്ടും കുറച്ച് ഇതൊക്കെ ഉണ്ടായിട്ട് കണ്ടില്ല. ഫസ്റ്റ് എനിക്കൊന്ന് ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ ആണല്ലോ മറ്റേ ഐറ്റം ഡാൻസ് പോലത്തെ ഐറ്റം ഒന്നുമല്ല. ഐറ്റം ഡാൻസ് ഒന്നും ഇല്ല അതിന്. ആണല്ലോ ആ ഒരു ഫ്ലാറ്റ്ലെസ് ഐറ്റം ഡാൻസാ അല്ല. വേറെ ചേട്ടാ ആ. സിനിമ ആ ഓക്കെ ശരി കണ്ടതിൽ സന്തോഷം. ഓക്കെ ഇങ്ങനെയാണ് ഐറ്റം ഡാൻസ് കൊടുത്തോ സമീസായിരുന്നു പാർട്ടി നീ തിരിച്ചു ഇങ്ങനെ എങ്ങനെ ഇല്ല ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അതാ ചോദിച്ചു ചേട്ടൻ ആരാണ്. സോഷ്യൽ മീഡിയയിലെ തരംഗമാണ്. ഞാൻ നമ്മൾ കൂടുതൽ ടൈം അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇരിക്കാറില്ല. നമ്മുടെ വരിക കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുക പോവാന്നുള്ളൊരു കാര്യമുണ്ട്. ഞാൻ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ഇരിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ കണ്ടിട്ടില്ല. പക്ഷെ കണ്ടതിൽ സന്തോഷം അല്ലേ. ഇങ്ങനത്തെ റിവ്യൂവേഴ്സിറ്റി ഉള്ളതുകൊണ്ടാണല്ലോ സിനിമകൾ അത്രയും ഹൈപ്പിലേക്ക് എത്തുന്നത്. അപ്പം വരട്ടെ, കൂടുതൽ ആൾക്കാർ വരട്ടെ റിവ്യൂ ചെയ്യാൻ. നിങ്ങളെപ്പോലുള്ള കൂടുതൽ ആൾക്കാർ വരട്ടെ ഇങ്ങനെ പ്രൊമോഷൻസിനും കാര്യങ്ങൾക്കൊക്കെ. താങ്ക് യു. അപ്പോൾ കാണാം. എല്ലാവരും പോയിട്ട് ഫുഡൊക്കെ കഴിക്കൂട്ടാ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു സോ മച്ച്. ടൈം പാസ് മൂവി ആയിട്ട് കണ്ടിരിക്കാൻ നോക്കി. കുറച്ച് റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് നമ്മൾ ഈ പറഞ്ഞ നിധി തരാം, സ്വർണം തട്ടിപ്പ്, ഡയമണ്ട്സ് വയ്ക്കലും അതിന് പറയാൻ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ ആ ഒരു ഇത് കുറച്ച് ട്രൂ ഇവൻറ്റ്സ് ബേസ് ചെയ്തിട്ട് ഒരു ഫൺ എലമെന്റ് ചേർത്ത് എടുത്തിരിക്കുക. ഇല്ല ആ ഒരു ലെവലില്ല. ജസ്റ്റ് ഒരു ഫൺ ടൈം. ജസ്റ്റ് ഒന്ന് കോമഡി ചിലതൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്, ചിലക്ക് വർക്കൗട്ട് ആയില്ല. ധ്യാൻ്റെയും ഈ പറഞ്ഞ ജോണി ആൻ്റണി പിന്നെ ഇവരുടെ നമ്മുടെ മുകേഷിൻ്റെ കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. ക്ലൈമാക്സിൽ സുരേഷ് കൃഷ്ണയാണ് അത് അത്യാവശ്യം പൊളിച്ചിരിക്കുന്നത്. സോ മൊത്തത്തിൽ ഒരു ടൈം പാസ് മൂവി കണ്ടിരിക്കാന്നുള്ളൂ. മറ്റൊരു ധ്യാൻ പടം.